അപ്പം നമ്മൾക്ക് ആകെ കിട്ടുന്ന ഒഴിവ് സൺഡേ ഉച്ച കഴിഞ്ഞിട്ടാണ്. വെള്ളത്തിൽ അമ്മാ എന്താ ഒരു ചൂടിൻ്റെ. അപ്പോൾ ഇത്ര നേരം വെയിലല്ലേ. അപ്പോൾ ചേട്ടായി വരെ നമ്മുടെ എഡിസിറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താ വന്നിരിക്കുന്നത് വെച്ചാൽ തലമുടിയൊക്കെ നല്ല ചന്തമുണ്ട്. കുളിക്കാത്തത് കൊണ്ടല്ല, കുളിക്കാത്തതുകൊണ്ടാണ്. ഒരു കലാപരിപാടിയുമായിട്ടാണ് കുറേ ദിവസമായി വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ കുറച്ച് മുന്തിരി വള്ളിയൊക്കെ അങ്ങനെ നമ്മൾ നട്ടിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് അങ്ങനെ വന്നു. നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെ കയറാണ്ട് അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനൊരു പന്തൽ കൊടുക്കണം. പന്തൽ കൊടുത്താൽ മാത്രമേ അത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ കയറി വരുള്ളൂ. അപ്പോൾ പന്തൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയിൽ കുറച്ച് ചൂടിയൊക്കെ മേടിച്ച് നമ്മൾ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് കെട്ടാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി അത്രയേ സമയമുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി 2-3 കുറ്റിയൊക്കെ വേണം. അപ്പോൾ ഒരു ഷോമല വിറകോടെ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് നല്ല സെലക്ട് ചെയ്തിട്ട് 2-3 എടുക്കാം. എടുത്തിട്ട് ചൂടിയൊക്കെ മേടിച്ച് നല്ല കടയിൽ നിന്ന് ചൂടിയൊക്കെ മേടിച്ച് കൊണ്ട് വലിച്ചങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റാവും. എന്നാൽ പിന്നെ നമ്മൾ കൂടുതൽ വൈപ്പിക്കുന്നില്ല, നമ്മൾ പോവാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വിറക്, നമ്മുടെ ഷോമയുടെ വിറകാണ്. ഷോമ കണ്ട നമ്മൾ ഇടിക്കണ്ട, അത് ഉറപ്പാണ്. എന്തായാലും 2 എടുക്കട്ടെ. 2-3 നല്ല കാഞ്ഞരത്തിൻ്റെ വിറകുണ്ട്. ഇത് കാഞ്ഞരമാണ്. ഇതുണ്ട, ഇതാകുമ്പോൾ നല്ല ബലം കിട്ടും. ഇത് വളവുണ്ട്, വളവുള്ളതുകൊണ്ട് ഇത് വേണ്ട. വേറെ ഈശ്വര അതിൻ്റെ അടിയൊന്നും കണ്ടു. ഇത് നല്ല, ഇത് ചെറുതായി പോയില്ലേ. ഇതൊന്നും എടുത്താലോ, ഒരു കുറ്റി 1-1.5 അടി അടിക്കാലോ. ഇതും കാഞ്ഞരമുള്ള ഇത് പഠിക്കും. ഇത് രണ്ടോ ഒന്നും അറിയില്ല. ചെറിയൊരു പന്തലിൻ്റെ പരിപാടിയാണ്. ഒരു മുന്തിരി വള്ളി വനൻ്റെ. അപ്പോൾ അതിന് സെറ്റാക്കട്ടെ വേണ്ടേ, തൽക്കാലം മതി. അപ്പോൾ ചേട്ടായി വരെ നമ്മൾ നല്ല വെയിൽ കാരണം കുറച്ച് നേരം മാറി നിന്നാണ്. നമ്മുടെ മുന്തിരി വള്ളി കാണാം. കം ഓൺ. അപ്പോൾ നമ്മുടെ മുന്തിരി വള്ളിക്കുട്ടന്മാർ അടിപൊളി സെറ്റായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ആദ്യം യവന്മാരെ നട്ട് കഴിഞ്ഞപ്പോൾ യവന്മാർ അങ്ങനെ കരിഞ്ഞ് പോയതായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ താങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് വളർന്നു വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ആകെ കിട്ടുന്ന ഒഴിവ് സൺഡേ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 12 കൊടുത്തില്ല പറഞ്ഞാൽ അതായത് ഈ തലപ്പുകൾ കാര്യങ്ങളൊക്കെ ഇനി പൊട്ടിപ്പോയി കഴിഞ്ഞ് നല്ല ചൂട് കാലമാണ്, കരിഞ്ഞു പോകും. അപ്പോൾ അതവിടെ കുറച്ച് ഇതിൻ്റെ അടിയിൽ ഗണപതി നാരങ്ങൻ്റെ കുഞ്ഞുങ്ങളാണ്. എവിടെയെങ്കിലും നേരെ കാണിച്ചു കൊടുക്കും കുട്ടി. അപ്പോൾ ഇത് ഗണപതി നാരങ്ങൻ്റെ കുട്ടികളാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ വളർന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പറിച്ച് വേറെ നടണം. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് നമ്മുടെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് മുന്തിരി വള്ളികൾ തളിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് അത്യാവശ്യം ചെറിയൊരു ലളിതമായ രീതിയിലൊരു കുറച്ച് പന്തലിടാനുള്ള പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടി കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിട്ട് അമ്മാ എന്താ ഒരു ചൂടിൻ്റെ. അപ്പോൾ ഇത്ര നേരം വെയിലല്ലേ. ഈ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടി നന്നായിട്ട് വലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ വലിയില്ല. അപ്പോൾ ഇതെടുത്ത് ആദ്യം വെളിയിൽ വെച്ചു. വെയിലാറിയിട്ട് എന്താ പാടാണ്. ആകെ ചെറിയ വെയിലേ ഉള്ളൂ, എന്നിട്ട് ഇങ്ങനെ വേർക്കണം. അപ്പോൾ വെയിലത്ത് നിന്നുള്ള അവസ്ഥ നോക്കിയേ. ഇത് തല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ കയ്പ് വായിക്ക് വരും. കൊടു കാഞ്ഞരത്തിൻ്റെ ആ ഒരു അടിക്കുമ്പില്ലേ അതിൻ്റെ എഫക്റ്റ്. കാഞ്ഞരത്തിൻ്റെ മുട്ടി തല്ലുമ്പോൾ അതിൻ്റെ ആ കയ്പില്ലേ ഓട്ടോമാറ്റിക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നിട്ട് 2 3 കേട്ടോ. 3 അമ്മാരനെ കൊണ്ടൊരു നിലവിളി. അപ്പോൾ നമ്മളൊരു കയറ് കെട്ടാൻ പോവാണ്.
എന്തെങ്കിലും കാലിൽ കുത്തി അതിലേറെ പണി കിട്ടും. ഈ വള്ളി നമ്മളിങ്ങനെ വലിച്ച് 3 വള്ളി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പോരാട്ടോ. ചൂടി പോരാ പോണല്ലേ. ഇപ്പന്മാര് മൊത്തം കൊണ്ടാൻ വേണ്ടിയാണ് മൊത്തം നില വിളിച്ചിട്ട്. അവിടെ നില വിളിക്കലടാ മുത്തേ. അവിടെ ഇങ്ങനെ ഇട്ടാ പോരെ. ഏറ്റമ്മച്ച് തൽക്കാലം നമ്മളിതിൽ പടർത്താൻ പോവാണ്. കൊച്ചു എന്താ കാക്കോ? ഉള്ളത് വെച്ചൊന്ന് ഒപ്പിച്ചിട്ട് വേണം ചെയ്യാന്ന് പറഞ്ഞ് വിട്ടാ ഇവന്മാരൊന്നും ശരിയല്ല. നമ്മുടെ പന്തൽ പണി ഏകദേശം പന്തൽ പണി ഏകദേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒഴിവിന് അനുസരിച്ചുള്ള പണികളാണ്. എന്താ വെച്ചാൽ ഒറ്റയടിക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല, എന്താ സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കൊണ്ട് കുറച്ച് സമയം കിട്ടി, അന്ന് കുറച്ച് സമയം കിട്ടി, ബാക്കിയൊക്കെ സെറ്റാക്കി ഇന്ന് നമ്മൾ ഫുള്ളാക്കുന്ന പരിപാടിയാണ്. നമുക്ക് അടിക്കാൻ ആവശ്യമുണ്ട്. ഇതാ പിടിച്ചോ. നമ്മുടെ കലാപരിപാടി നീ പോടാവുന്ന ഇത് നോക്കടാ, ഇത് നോക്കടാ. അടക്ക ക്ലാസ് കത്തിയെടുക്കടാ. നമ്മുടെ പന്തലൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് വർക്കാണ് നമുക്ക് കേട്ടോ. എന്താടാ നമ്മുടെ പന്തലിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ടൈം വരെ ഇന്ദിരിക്കുട്ടമ്മൻ്റെ വള്ളി ഇതാണ്. നല്ല ചമർത്തി വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ അഴിച്ചിട്ടേ പന്തലിക്ക് കയറി പോകാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലല്ലോ നമുക്കും തന്നെ. അപ്പോൾ അത്യാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പടർന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. ഇനി ഇടയ്ക്കത് കട്ട് ചെയ്തൊക്കെ വിടണം. കട്ട് ചെയ്ത് വിട്ടാലേ വേഗം കായ്ക്കുള്ളൂ. അല്ലെങ്കിൽ ചെടി മാത്രം ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വലുതായി വരും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് സ്ട്രൈറ്റായി വരാതെ ഇങ്ങനെ വട്ടത്തിൽ വരും. വട്ടത്തിൽ വരുമ്പോഴേ നമുക്ക് കായ് കിട്ടുള്ളൂ. കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ മുന്തിരി വള്ളിൻ്റെ തണ്ട് മൂക്കും എന്താ പറയുക, കായ് പെട്ടെന്ന് തന്നെ വരും. ഇല്ലാത്ത പക്ഷം കായ് വരില്ല. നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോവും, കിളിർത്ത് പോവും. അതിൻ്റെ തണ്ട് വണ്ണം വരുമൊന്നുമില്ല. അപ്പോൾ കായ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ത് മുന്തിരിയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ മുന്തിരി വള്ളി എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചു. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും അതിനകത്ത് ശുശ്രൂഷിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ഒന്നും അങ്ങനെ ഇട്ടില്ല. അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ വൈകിപ്പിക്കുന്നില്ല. ഏകദേശം സമയങ്ങളൊക്കെ ഒരുപാടായി. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇനി ഓക്കെ ബൈ.